So hi all, welcome back to Race Education. നിങ്ങളുടെ സ്വന്തം AK ആണ്. സ്കൂളിൽ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കല്ലോ. ഫിസിക്സ് പേപ്പർ കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് വെച്ചോ. കാരണം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വളരെ ഉപകാരപ്പെടും. എന്തെന്നറിയാവോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എല്ലാവരും ഇതേ അവസ്ഥയിലായിരിക്കും. എന്താ ഈ കാണുന്നേ? അല്ലേ? ശരിയല്ലേ? കാരണം ഇത്തവണ മാറിയ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ എഴുതണം പെട്ടെന്ന് നോക്കിയ സമയത്ത് കിളി പോയി സാറേ എന്ന് കുറേ ആൾക്കാർ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയാണ്, കുറേ ആൾക്കാരെ കിളിയൊക്കെ പറന്ന വഴി എങ്ങോട്ടാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് എന്തൊക്കെയായി കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാനില്ല. കാരണം നിങ്ങൾ 10th അല്ല, 9th സോ 9 നിന്നും 10ലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേണുമായി പരിചയപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനൊരു മാർഗം എന്തൊക്കെ ചെയ്യണം, ഇനി എന്തിനാണ് ഇത് ചെയ്തത്, ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, ആൻഡ് ഫോർ വൈ, ഇതെന്തിനാണ്. മൂന്നാമത്തത് വാട്ട് ഇസ് നെക്സ്റ്റ്. ഈ 3 കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു അല്ലേ. ഇത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നമ്മൾ 10ഉം +1 +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പം കൃത്യമായിട്ട് എഴുതാനുണ്ടായിരിക്കും. ഡിഗ്രി ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ടും നീറ്റ്, JEE, കീം അങ്ങനെയുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാവോ, നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഈ ഒരു എക്സാമിനേഷനിൽ വിൻ ചെയ്യുന്നത് വളരെ പെർസെൻറ്റേജ് കുറവാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് കംപ്ലീറ്റ് സാക്ഷരതയാണെങ്കിൽ കൂടി കോമ്പറ്റീവ് എക്സാമിനേഷൻ IQ ലെവലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പിറകിലേക്ക് പോകുന്നുണ്ട്. എന്തെന്നറിയാവോ, കുട്ടികൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ലെവലിലേക്ക് മാറുന്നില്ല എന്നൊരു പരാതി കാലാകാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. കുട്ടികളെ കുറച്ചുകൂടി ചിന്തിപ്പിക്കുക, കുറച്ച് കോൺഷ്യസ് ചോദ്യങ്ങൾ തരിക. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി കഷ്ടപ്പെട്ടിട്ട്, ചുരുക്കി പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമല്ല, ശരിയല്ലേ? ഇനി അങ്ങോട്ടേക്ക് പ്രോബ്ലം സ്കിൽസ് നമ്മൾ വലുതാക്കിയെടുത്തേ മതിയാവുള്ളൂ. എന്ത് സ്കിൽസാണ്? പ്രോബ്ലം സൊല്യൂഷൻ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് മതിയാവുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടി കുറേ ട്രിക്സും ഒക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, PYQകൾ ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? കാരണം കഴിഞ്ഞ വർഷത്തെ PYQകൾ നമ്മൾ നോക്കിയിട്ട് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു പാറ്റേൺ നിന്ന് മാറി വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ PYQ നമുക്ക് അധികം ആശ്രയിക്കാൻ സാധിക്കില്ല. നമ്മൾ സ്വയം ഓരോ ക്വസ്റ്റ്യൻസിലേക്കും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ കണ്ടന്റിലേക്കും കൃത്യമായിട്ട് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കേണ്ടതുണ്ട്. ശരിയാണല്ലോ? ഇനി ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ആവറേജ് ലെവൽ കുട്ടി, എബോ ആവറേജ് സ്റ്റുഡൻറ്റ്, അതേപോലെ എക്സലന്റ് ലെവൽ, ഇങ്ങനെ 3 ലെവൽ, പിന്നെ ബിലോ ആവറേജും ഉണ്ട്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എക്സാം നടന്നു കഴിഞ്ഞാൽ അല്ലേ, കഴിഞ്ഞ എക്സാം ഒക്കെ അല്ലേ, അതിൽ ആവറേജ് ആയി കഴിഞ്ഞാലും എബോ ആവറേജ് ആയി കഴിഞ്ഞാലും എക്സലൻ്റ് ആയി കഴിഞ്ഞാലും മാർക്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. എക്സലൻ്റ് ആയ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, എബോ ആവറേജിന് കുറച്ച് കുറയും, ആവറേജിന് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? സോ ആ ഒരു ലെവൽ ഡിസ്ക്രിമിനേഷൻ ഇനി അങ്ങോട്ടേക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എക്സലൻ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പഠിച്ചേ മതിയാവുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാം, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ചോദ്യങ്ങളൊക്കെ PYQകളാണ്. ഈ PYQകൾ പഠിച്ചു പോയാൽ മതി എക്സാം പാസ്സാവാൻ എന്നൊരു തെറ്റിദ്ധാരണ എല്ലാ കുട്ടികൾക്കിടയിലുണ്ട്. ഇനി അങ്ങനെയല്ല, മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും, മസ്റ്റേനും കൂടെ കൂടുക. ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഇനി വരാൻ പോകുന്ന പാറ്റേണിലെ ഡിഫറൻസും അതേപോലെ എങ്ങനെ എക്സാം കൃത്യമായിട്ട് എഴുതാം, ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ ഞങ്ങൾ പറഞ്ഞുതരും. സോ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ വീണ്ടും ലൈവുമായിട്ട് വരികയാണ്. ഓരോ ലൈവിലും ഏകദേശം 20ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരും ഓരോ സബ്ജക്റ്റിലും. കൂടാതെ വീക്കിലി മെൻറ്റി ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഫുൾ സപ്പോർട്ടുമായിട്ട് റേസ് നിങ്ങളെ കൂടെ ഉണ്ട്. മസ്റ്റായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.
ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി വെക്കുക. കൂടാതെ മസ്റ്റായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം യുവർ AK. ബൈ.